ആൾക്കാരെല്ലാം പർച്ചേസ്, ഡെലിവറി, ഫിനാൻസ് എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ എക്സ്ചേഞ്ച് ഉണ്ടോ? എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പൊ അതുണ്ട്. അപ്പൊ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല. അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡഡ് ആണ്. എക്സം എന്ന് പറയുമ്പോൾ അറിയാലോ, ക്യാമറ, ടച്ച് സ്ക്രീൻ, സീറ്റ് കവർ, വേരിയന്റ് ആണെങ്കിലും ഫീച്ചേഴ്സ് ഓക്കെ. ക്വാളിറ്റി ഒക്കെ അങ്ങേറ്റമാണ്. അതായത് പുതിയൊരു വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് നടക്കുന്നത് ആ ഒരു കണ്ടീഷൻ കിടക്കുകയാണല്ലേ? അതെ അതെ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 90 ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കും. ജെന്യൂൻ തന്നെയാണ്. എല്ലാം ചോദിക്കുന്ന വിലയല്ലേ? കസ്റ്റമർ വന്നു കഴിയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും അതുണ്ടാവും. പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടുന്ന് എടുക്കുന്ന കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു ഉറപ്പ് എന്തായിരിക്കും നമ്മുടെ AH മോട്ടോഴ്സ്? നമ്മൾ ട്രസ്റ്റ് വൈസ് ഉണ്ട്. പിന്നെ മാർക്കറ്റിൽ ഏറ്റവും കുറവില്ലായിരിക്കും നമ്മുടെ ഏറ്റവും കുറവല്ലായിരിക്കും കമ്പാരിറ്റീവ്ലി. ഹീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. അല്ലാതെ ഉൾപ്പെടെ വരുന്ന വേരിയന്റ് ആണ്. എല്ലാം ഉൾപ്പെടെ സ്റ്റോക്ക് ഒറിജിനൽ. വേരിയന്റ് ഏതായിരുന്നു? XZ+ കിയ സെൽറ്റോസ്. ഏതായിരുന്നു മോഡൽ? ഈ 2023 മാർച്ച് വണ്ടിയാണ്. മാർച്ച് വണ്ടി. 44,000 കിലോമീറ്റർ ഓടി. ലോ കിലോമീറ്റർ ആണ്. അതെ, ഒറിജിനൽ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററികളാണ്. ഇല്ല ഒരു വണ്ടിക്കും ഇവിടെ ഉള്ളത് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. തുടക്കം തന്നെ നമ്മൾ പറയാറില്ല, ഏത് ഷോറൂമിൽ ചെന്നാലും നമ്മൾ ആദ്യം ചോദിക്കുന്നതാണ് റീപ്ലേസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനപ്പോൾ ഇന്ന് പുതിയൊരു ഷോറൂമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എറണാകുളം ജില്ലയിൽ അമ്പാട്ടുകാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് ആലുവയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഷോറൂം വരുന്നത്. ഷോറൂമിന്റെ പേര് ഇതാണ്, AH മോട്ടോഴ്സ്. അപ്പോൾ ഇത് AH മോട്ടോഴ്സിന്റെ സ്റ്റാഫ് നിതീഷ്. വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ ഷോറൂം തുടങ്ങിയ എത്ര ആളായി? കഴിഞ്ഞ 2-ാം തീയതി നമ്മുടെ ഉദ്ഘാടനം വന്നത്. അപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇതിന് മുമ്പ് വേറെ ഷോറൂം ഉണ്ടല്ലോ? നമുക്കുണ്ട്. ഓൾറെഡി കാസർഗോഡ് നമുക്ക് ഷോറൂം ഉണ്ട്. ഒരു 6 വർഷമായിട്ട് നമ്മൾ അവിടെ ഉണ്ട്. കാസർഗോഡ് വേറെ ഷോറൂം ഉണ്ട്. 6 വർഷമായിട്ട് അവിടെ ഉള്ളതാണ്. ഇവിടെ തുടങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. നമ്മൾ കൂടുതലും കോമ്പാക്ട് SUV കാറ്റഗറി വണ്ടികളാണ് എടുക്കുന്നത്. ഇല്ല, പ്രീമിയംസ് ഉണ്ട്, താഴെയുള്ള വണ്ടികളുണ്ട്. നമുക്ക് ഏകദേശം 40-50ഓളം വെഹിക്കിൾസ് സ്റ്റോക്ക് അവൈലബിൾ. 2 ഷോറൂമിലാണ്. നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഉണ്ട്. ഓൾ കേരള ഡെലിവറി. എവിടെന്നാലും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓൾ കേരള പർച്ചേസ്, ഡെലിവറി, ഫിനാൻസ് എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ. എക്സ്ചേഞ്ച് ഉണ്ടോ? എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പൊ അതുണ്ട്. അപ്പൊ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് AH മോട്ടോഴ്സിനെ പറ്റി. അപ്പൊ വണ്ടി പരിചയപ്പെട്ട് തുടങ്ങിയാലോ? ബാക്കി ഡീറ്റെയിൽസ് അതിന്റെ ഇടയിൽ പറയാം അല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഈ സെക്ഷനിൽ മൊത്തം SUV എന്ന് പറയാൻ പറ്റില്ല, ഒരു സെഡാൻ കിടപ്പുണ്ട്. നമുക്ക് ആ സൈഡിൽ തുടങ്ങാം അല്ലേ? ഏതായിരുന്നു മോഡല്? ഇത് 2022 മോഡല്. 22 മോഡല്. ഓക്കെ. 22 അർബൻ ക്രൂസർ ഓട്ടോമാറ്റിക് ആണ്. പ്രീമിയം പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ വരുന്നതാണ്. ഓക്കെ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ക്വാളിറ്റി ഒക്കെ അങ്ങേറ്റമാണ്. അതായത് പുതിയൊരു വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് നടക്കുന്നത് ആ ഒരു കണ്ടീഷൻ കിടക്കുകയാണല്ലേ? അതെ അതെ. ഇത് പെട്രോൾ ഡീസലോ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അപ്പൊ എത്ര കിലോമീറ്റർ ഓടി ഉണ്ട്? നമുക്ക് 36 കിലോമീറ്റർ. 36,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. അതെ അതെ. വെറും 36,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? നമുക്കിത് ലെവലാക്കാൻ ആസ്കിംഗ് പ്രൈസ് 11 ലക്ഷമാണ് ചോദിക്കുന്ന വില. എല്ലാം ചോദിക്കുന്ന വിലയല്ലേ? കസ്റ്റമർ വന്നു കഴിയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും അതുണ്ടാവും. പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും. ആ പേര് പറഞ്ഞാൽ മാത്രം മതി. നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞാൽ മതി. അപ്പോൾ 11 ലക്ഷമാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. നമുക്ക് 2012 മുകളിലേക്ക് ഫിനാൻസ് അല്ലേ? അങ്ങനെ നമുക്ക് ഇവിടെ ഇപ്പൊ നിലവിൽ 2012-13 തുടങ്ങിയിട്ട് ഫിനാൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനും ഫിനാൻസ് കിട്ടുമല്ലോ. പിന്നെ അതിനൊക്കെ 90+ വരെ കിട്ടുന്നുണ്ട്. ഒരു 90% തീർച്ചയായിട്ടും. നമുക്കൊരു 10 ലക്ഷം വരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്തത്? 10 ലക്ഷം വരെയൊക്കെ ഫിനാൻസ് കയറും. പ്രൊഫൈൽ അഗൈൻസ്റ്റ് ആണെന്നുള്ളൂ. പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും. സിബിൽ സ്കോർ എത്ര? ഒരു 700+ ഒക്കെ വേണ്ടി വരും അല്ലേ? 600 തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 400-ലും ഇനിയിപ്പോ സിബിൽ ഇല്ലാത്ത കേസുകൾ നമ്മൾ ചെയ്യും. പക്ഷെ അവിടെ ഇൻട്രസ്റ്റ് റേറ്റിന് ചെറിയ കൂടും. അപ്പൊ അടുത്ത വണ്ടി എക്കോസ്പോർട്ട്. ഇത് 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ള വണ്ടിയാണ്. 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ക്ലീൻ വെഹിക്കിൾ ആണ്. സർവീസ് ഉൾപ്പെടെ കഴിഞ്ഞാണ്. സർവീസ് ഹിസ്റ്ററി ഉൾപ്പെടെ നമ്മുടെ എല്ലാം ഫാൻസി നമ്പേഴ്സ് ആണ്. ഓൾമോസ്റ്റ് നമ്മുടെ വെഹിക്കിൾസ് എല്ലാം ഫാൻസി നമ്പർ ആണ്. ഇത് ഏതായിരുന്നു വേരിയന്റ്? ഇത് ടോപ്പ് എൻഡ് ടൈറ്റാനിയം. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് കൂടുതൽ സിംഗിൾ ഓണർഷിപ്പിലാണോ വണ്ടികളല്ല? ഉണ്ട്. ചില വണ്ടികൾ മാത്രം സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത്. അപ്പൊ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. അപ്പൊ എത്ര ചോദിക്കണ വില? നമ്മൾ 6.5 ആസ്കിംഗ് പ്രൈസ്. ഇതിനും ഫിനാൻസ് കിട്ടും. എത്ര വരെ കയറുമായിരിക്കും? കേട്ടില്ല. എത്ര വരെ ഫിനാൻസ് കയറുമായിരിക്കും? നമുക്ക് ഇതിനൊരു 5 lakh പോക്ക് കിട്ടും. CVT ഓട്ടോമാറ്റിക് ആണ് വണ്ടി. CVT ഓട്ടോമാറ്റിക് ആണ്. CVT ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ്. ഒരു 5 മേലൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. 5 മേലൊക്കെ ഫിനാൻസ് കയറും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു വണ്ടികൾക്കും റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള ചെറിയ മാത്രമേ. അതായത് റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ആദ്യം ഓപ്പൺ ആയിട്ട് തന്നെ പറയും കസ്റ്റമേഴ്സിനോട്. അതിനനുസരിച്ചുള്ള റേറ്റ് അതെ അതെ. നമ്മൾ അതനുസരിച്ചാണ് അതിന്റെ മാർക്കറ്റ്. നമ്മൾ ഇവിടെ പ്രോഫിറ്റ് നോക്കിയിട്ടല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റിൽ പറയാറ് 2 ആഴ്ച ആയിട്ടുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ഇതിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ കസ്റ്റമർ ഇപ്പോൾ വന്നാലാണ് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. അതെ അതെ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് എടുക്കുന്ന കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു ഉറപ്പ് എന്തായിരിക്കും AH മോട്ടോഴ്സ്? നമ്മൾ ട്രസ്റ്റ് വൈസ് ഉണ്ട്. പിന്നെ മാർക്കറ്റിൽ ഏറ്റവും കുറവില്ലായിരിക്കും നമ്മുടെ.
ഏറ്റവും കുറവല്ലേ കമ്പാരിറ്റീവ്ലി. ഓക്കെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും വണ്ടി എടുക്കാൻ നേരത്ത്? ഫ്ലഡ്, ആക്സിഡന്റ് ഹിസ്റ്ററി, അതെല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ A to Z ചെക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലഡ്, റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി, ടോട്ടൽ ലോസ് അങ്ങനെയുള്ള എല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ആ സൈഡിൽ നിന്നെല്ലാം നോക്കിയിട്ട് നമ്മൾ പർച്ചേസിംഗ് ആണ് നോക്കുന്നുള്ളൂ. എക്സ്ചേഞ്ച് ആണെങ്കിൽ നമ്മൾ അതെല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി കിയ സെൽറ്റോസ്. ഏതായിരുന്നു മോഡൽ? ഈ 2023 മാർച്ച് വണ്ടിയാണ്. മാർച്ച് വണ്ടി. ഓക്കെ. 2023 മാർച്ച് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് GTL ആണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. എത്ര ഓടിയുണ്ട്? ഇത് 34 ലോ കിലോമീറ്റർ ആണ്. അത് 2023 മോഡലാകുമ്പോൾ എത്ര ഓടിയിട്ടുള്ളൂ? ഡീസലാണ്. ആ ഒരു ലോ കിലോമീറ്ററിന്റെ ക്വാളിറ്റി വണ്ടിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? സിംഗിൾ ഓണർഷിപ്പ്. എത്രയാണ് ചോദിക്കുന്ന വില? 20,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അതിലെന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് തരും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും. ഇതിനൊക്കെ നല്ല രീതിയിൽ ഫിനാൻസ് കയറുമല്ലോ അല്ലേ? അപ്പോൾ റോഡ് സൈഡിൽ കിടക്കുന്നതിന്റെ ചെറിയ പൊടികൾ മാത്രമേ ഉള്ളൂ. എത്ര തുടച്ചിട്ടാലും അല്ലേ? ബ്ലാക്കും കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടിയൊക്കെ നല്ല നീറ്റ് ക്വാളിറ്റി കിടക്കുകയാണ്. അടുത്തതൊരു ഓൾട്ടിസ് അല്ലേ? ടൊയോട്ട ഓൾട്ടിസ്. പറഞ്ഞോ ഡീറ്റെയിൽസ്. 2016 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിളാണ്. ഓക്കെ. 140 ഓടിയിട്ടുണ്ട് വെഹിക്കിൾ. 140 ഓടിയിട്ടുണ്ട്. ടൊയോട്ടയുടെ വണ്ടിയിൽ അതൊരു വിഷയമല്ലല്ലോ അല്ലേ? കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററിയിലാണ്. വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. ഓക്കെ. ഏതായിരുന്നു വേരിയന്റ്? ടോപ്പിന്റെ വേരിയന്റ്. ഓക്കെ. ഇത് പെട്രോളോ ഡീസലോ? പെട്രോൾ ഓട്ടോമാറ്റിക്. കൂടുതൽ ഓട്ടോമാറ്റിക് വണ്ടിയാണോ നമുക്ക്? വേറൊന്നുമില്ല. ഈ ഏരിയയിൽ ഓട്ടോമാറ്റിക് കുറച്ചും കൂടി നമുക്ക് വരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ആണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിലായതേക്കുന്നത്. ഡീസലിലോട്ടും വരുന്നുണ്ട്, മാനുവലും ഉണ്ട് നമുക്ക് നമ്മുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. കിലോമീറ്റർ 180 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 9,500 ചോദിക്കുന്നത്. ഇതിനും ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് തീർച്ചയായിട്ടും കയറും. 16 മോഡലൊക്കെ എന്തായാലും ഫിനാൻസ് കയറുന്നതായിരിക്കും. ഏകദേശം എത്ര വരെ കയറുമായിരിക്കും? നമുക്കൊരു 8 lakh ഒക്കെ നേരെ കയറി വരും. 8 lakh വരെയൊക്കെ ഫിനാൻസ് കയറാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്തൊരു മേഴ്സിക്കുട്ടി. ഏതായിരുന്നു? ഇത് 2014 മോഡല് GLA ആണ്. 200D ആണ്. ഓക്കെ. റീ രജിസ്റ്റേർഡ് വെഹിക്കിളാണ്. റീവണ്ടിയാണ്. ഇപ്പം സ്റ്റിൽ കേരള രജിസ്ട്രേഷനിൽ കിടക്കുന്ന വെഹിക്കിളാണ്. ആക്കിയിട്ടുണ്ട്. അതെ, കേരള ഇതാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. ഓൺഷിപ്പ് ഫോർത്ത് ഓണർഷിപ്പ് ആണ്. ഓക്കെ. നമ്മൾ അതിൻ്റെതായിട്ടുള്ള വില വിഭാഗമാണ് ചോദിക്കുന്നത്. 16 ലക്ഷം രൂപയാണ്. 16 ലക്ഷം രൂപയാണോ ചോദിക്കുന്നതല്ല? എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 90 ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കും. ജെന്യൂൻ തന്നെയാണ്. റീവണ്ടി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഇല്ലാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കേട്ടോ. റീവണ്ടി ആണെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയൊന്നും അല്ല. മെക്കാനിക്കൽ സൈഡാണ്. എല്ലാം നീറ്റാണല്ലേ? നീറ്റാണ്. ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. 16 ആരാ ഞാൻ കൂട്ടി പറഞ്ഞത്? 16 ചോദിക്കുന്നത്. അല്ലാന്ന് പറയുന്നത് കേരളത്തിലേക്ക് ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടുമല്ലോ? തീർച്ചയായിട്ടും. റീവണ്ടി ആണെങ്കിലും ഇപ്പൊ കേരളത്തിലോട്ട് ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടും. ഇതിന് എത്ര വരെ കയറുമായിരിക്കും? ഇതിന് നമുക്ക് എങ്ങനെയാലും ഒരു 13 റീ ആയും പിന്നെ ഇയർ 14 ആയതുകൊണ്ട് 13-12 വരെയൊക്കെയാണ് നമുക്ക് ഫിനാൻസ് പറയുന്നത്. കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് ഹൈ ആവും. ഓക്കെ. നമുക്ക് എത്ര ഇയർ ആണ് ഫിനാൻസ് കയറുക? 4-5 7 ഇയർ ഒക്കെ ചെയ്യുന്നവരുണ്ട്. മോഡൽ കൂടിയ വണ്ടികളാണ്. മോഡലൂടെ 7 ഇയർ വരെ ചെയ്യുന്നുണ്ട്. അങ്ങനെയായിട്ട് 3.5 ആണ്. ഓക്കെ. നമുക്ക് പെർ ലാക്കിന് എത്ര അടവ് വരിക? നമുക്കിവിടെ പെർ ലാക്കിന് ഇപ്പോ ഇയർ അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. തീർച്ചയായിട്ടും. എന്നാലും ഒരു ഏകദേശം 2300 ഒക്കെ തുടങ്ങിയിട്ട് നമുക്ക് അടവ് 2300, 2800 അതിന്റെയൊക്കെയാണ് പെർ ലാക്കിന്. അപ്പൊ അത് വെച്ച് കണക്ക് കൂട്ടിയാൽ വണ്ടിയുടെ റേറ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 1 ലക്ഷത്തിന് 2300, 2800 ഒക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നേരെ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത വണ്ടി ഹുണ്ടായുടെ വരണല്ലേ? 2019 മോഡലാണ്. 19 മോഡലാണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഒറിജിനൽ ഡോക്ടർ യൂസ് ആണ് കേട്ടോ. ഡോക്ടർ യൂസ് ഞാൻ ഒന്നുകൂടി പറയാം. ഡോക്ടർ യൂസ് അങ്ങനെ നമ്മൾ വീഡിയോയിൽ എടുത്ത് പറയാറില്ലാത്തതാണ്. എന്നാലും ഡോക്ടറുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞെന്നുള്ളൂ. ആര് വണ്ടി ഓടിച്ചാലും അത് വണ്ടി തീർച്ചയായിട്ടും ഡോക്ടർ ഓടിച്ചാലും ചിലപ്പോൾ ഡാമേജ് കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ഓടിയുണ്ട്? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉള്ളതാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ക്ലീൻ ആണ്. നമ്മൾ 9.5 ആസ്ക് ചെയ്യുന്നതാണ്. 9.5 ചോദിക്കുന്ന വില. ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഫിനാൻസ് കിട്ടുമല്ലോ ഇതിന്? പിന്നെ ഇതിന് ഫിനാൻസ് 2019 മോഡലല്ലോ. അപ്പോൾ ഇതിന് ഫിനാൻസ് കിട്ടുന്നതായിരിക്കും. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. നീറ്റായിട്ട് കൊണ്ടുവരുന്ന ഒരു ഡോക്ടറുടെ വണ്ടി തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത വണ്ടി ജീപ്പ് കോമ്പസ്. ഇത് ഓട്ടോമാറ്റിക് ആണോ? ഇല്ല, ഇത് മാനുവൽ ഡീസൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മാനുവൽ വണ്ടി കണ്ടു. മാനുവൽ ഡീസലാണ്. ഏതായിരുന്നു ഇയർ? 2018 മോഡലാണ്.
റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ടോപ്പ് എൻഡ് വെഹിക്കിളാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 94 ഓടിയിട്ടുണ്ട്. 94 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളാണ്. സ്റ്റോക്ക് കണ്ടീഷനിൽ കിടക്കുന്നതാണ്. അപ്പോൾ എത്രയാണ് ചോദിക്കുന്ന വില? നമ്മൾ 11.4 ഇതിന് നമുക്ക് ചോദിക്കുന്ന വില. 11.4 ചോദിക്കുന്ന വില. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിനും ഫിനാൻസ് കയറും അല്ലേ? ഫിനാൻസ് കയറും. നമുക്ക് ഇതിൽ 10 മേലെ ഫിനാൻസ് കയറും. 10 മേലെ. ഇത് 4x ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിരുന്നു? ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ചെക്ക് ലീഫ്, പിന്നെ ലാൻഡ് ടാക്സിന്റെ കോപ്പി. ഇൻ കേസിന് ഇപ്പൊ നമുക്ക് ലാൻഡ് ടാക്സ് ഇല്ല, ഇങ്ങനെ ഇപ്പൊ സാലറീഡ് ആണ്, 21 ഏജ് അബോവ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സിംഗിൾ പേഴ്സൺ ലോണിങ് ഓപ്ഷൻ നമുക്കുണ്ട്, ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് എത്ര വയസ്സിന് മുകളിലേക്കാ ഫിനാൻസ്? 21 വയസ്സിന് മുകളിൽ. 21 വയസ്സിലാണ് കേട്ടോ. അത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. ഈ ഓൺ ഹൗസ് ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റും, റെന്റ് എഗ്രിമെന്റിൽ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് 3 മാസമായിട്ട് വാലിഡിറ്റി ഉള്ള എഗ്രിമെന്റ് ആയിരിക്കണമെന്ന് മാത്രം. അപ്പൊ 3 മാസത്തിന് മേലെ ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത ടാറ്റ നെക്സോൺ 2021 മോഡലാണ്. XM എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിളാണ്. 34,000 കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ആണ്. XM എന്ന് പറയുമ്പോൾ പറയാലോ, ക്യാമറ, ടച്ച് സ്ക്രീൻ, സീറ്റ് കവർ വേരിയന്റ് ആണെങ്കിലും ഫീച്ചേഴ്സ് വേരിയൻസ് ആണ്. നമ്മൾ ചോദിക്കുന്ന വില 7 ലക്ഷമാണ്. 7 ലക്ഷമാണ് ചോദിക്കുന്നത്. ഫിനാൻസ് കയറും. ഇതിനൊക്കെ പ്രൈസിലൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. സ്റ്റോക്ക് ആഫ്റ്റർ മാർക്കറ്റിലാണ് നമ്മൾ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ, ഫോഗ് ലാമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത ഡ്രസ്സാ. ഇത് വരുമ്പോൾ നമുക്ക് 2022 മോഡല് ടോപ്പ് എൻഡ് മോഡല് മാനുവൽ, പെട്രോൾ മാനുവൽ ആണ്. 2022 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളാണ്. ഈ പറയുന്ന പോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. അല്ലാതെ ഉൾപ്പെടെ വരുന്ന വേരിയന്റ് ആണ്. എല്ലാം ഉൾപ്പെടെ സ്റ്റോക്ക്. ഒറിജിനൽ വേരിയന്റ് ഏതായിരുന്നു? XZI പ്ലസ് അല്ലേ? ഡീസൽ മാനുവൽ അല്ലല്ല, പെട്രോൾ മാനുവൽ കേട്ടോ. പെട്രോൾ മാനുവൽ ആണ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കിടിലൻ കണ്ടീഷൻ തന്നെ കിടക്കുന്നു. എത്രയായിരുന്നു വില? നമുക്കിത് 10,000 നമ്മൾ ചോദിക്കുന്ന വില. 10,000 ചോദിക്കുന്ന വില. നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ അതിനുള്ള രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ചെയ്തു. ഇതിനും ഫിനാൻസ് കയറും കേട്ടോ അല്ലെ? ഇതിനകത്ത് 22 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലൊക്കെ ഒരു 10 കേസ് ടു കേസ് നമുക്ക് 10 lakh വരെ ചെയ്യുന്നവരുണ്ട്. 10 lakh വരെ. അതായത് 50,000 രൂപ നമുക്ക് ഇറക്കി കൊടുക്കാം. 50 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ എല്ലാം നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? അതെ. എല്ലാം നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഉള്ളിൽ കുറച്ച് പ്രീമിയം വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് പോയി പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ പ്രീമിയം വണ്ടികൾ മാത്രമല്ല, പ്രീമിയം വണ്ടിയുടെ ഇടയിൽ ഒരു സിറ്റി കിടപ്പുണ്ടല്ലേ? സാധാരണക്കാരുടെ പ്രീമിയം വണ്ടിയാണല്ലേ? അതെ. അപ്പോൾ സിറ്റിയുടെ ഡീറ്റെയിൽസ് 2015 മോഡലാണ്. SV ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 96,000 കിലോമീറ്റർ ഓടിയ വെഹിക്കിളാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ചോദിക്കുന്ന വില 6.5 ചോദിക്കുന്നത്. ഡീസൽ മാനുവൽ ആണ്. എല്ലാം നീറ്റ് കണ്ടീഷൻ തന്നെ കിടക്കണം. ഇന്റീരിയർ ഒക്കെ അല്ലേ? അതെ. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷൻ കിടക്കണം. സ്റ്റോക്ക് കണ്ടീഷൻ കിടക്കണം. ഒന്നും ചെയ്തിട്ടില്ല. ടയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട്. ടയറൊക്കെ നല്ല പുതിയ ടയർ ആയിരിക്കുമല്ലോ നമ്മൾ കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും. തേഞ്ഞ ടയറൊന്നും ഉണ്ടാവില്ല. കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നല്ല നീറ്റ് വന്ന് കണ്ട് അവരെന്തെങ്കിലും ഇതിൽ പറയണമെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടിയെല്ലാം നല്ല ഷോറൂം കണ്ടീഷനിൽ കിടക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പുറത്ത് കിടക്കുന്ന വണ്ടിയാണേലും നല്ല കിടിലൻ കണ്ടീഷൻ. അടുത്ത വീണ്ടും മെഴ്സിക്കുട്ടി പറഞ്ഞോ. 2019 മോഡൽ GLA ആണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ്. ഫാൻസി നമ്പർ ആണ്. നമ്പർ വരുമ്പോൾ 6 എന്നുള്ള സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ്. സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ്. ഫാൻസി നമ്പർ ആണ്. നല്ല നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ എത്രയാണ് ഇതിന് ചോദിക്കുന്ന വില? 52 രൂപ. 52 ചോദിക്കുന്നത്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വണ്ടിക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതും പ്രൈസിലുണ്ടാവും അല്ലേ? ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ ഒരു ഇത് പ്രൈസിൽ വരും തീർച്ചയായിട്ടും. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ബോഡി കണ്ടീഷൻ അല്ലാതാണ്. നീറ്റ് ആണ്. അപ്പോൾ അടുത്ത വണ്ടി Q3 അല്ലേ? Q3 ഇത് 2015-16 മോഡൽ ന്യൂ ഷേപ്പ് ആണ്. 15 വണ്ടി 16 രജിസ്ട്രേഷൻ. ഷേപ്പ് ന്യൂ ആണ്. ന്യൂ ഷേപ്പ് ആണ്.
ഫേസ് ലിഫ്റ്റ് ചെയ്താണോ? അല്ല, അതായത് ആ ടൈമില് ലാസ്റ്റ് ആയിട്ട് ഓക്കെ ഫൈൻ. ആ ടൈമിൽ ലാസ്റ്റ് വന്ന വണ്ടിയാണ് അല്ലേ ഇറങ്ങി കിട്ടിയത്. ആ ഫസ്റ്റ് വണ്ടി നമുക്ക് ന്യൂ ഷേപ്പ് കിട്ടി 15 ലാസ്റ്റ് ന്യൂ ഷേപ്പില്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി? ഇത് 44 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളാണ്. ഓക്കെ, 44,000 കിലോമീറ്റർ ഓടി. ലോ കിലോമീറ്റർ ആണ്. അതെ, ഒറിജിനൽ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററികളാണ്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഇതെല്ലാം KL വണ്ടിയല്ലേ? ഒറിജിനൽ കേരള. ആ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ഈ വണ്ടി അല്ലേ? അതെ, ആ ഒരു വണ്ടി മാത്രമേ നമുക്ക് റീ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാം ഒറിജിനൽ കേരളയാണ്. കേരള വണ്ടിയാണ്. 44,000 കിലോമീറ്റർ മാത്രമേ ആകെ ഓടിയിട്ടുള്ളൂ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? 26 ലക്ഷം. 26 ലക്ഷമാണ് ഇതിന് ചോദിക്കുന്നത്. അതും പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നെഗോഷ്യബിൾ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു ചെറിയ വണ്ടിയാണല്ലോ അല്ലേ? അതെ, ചെറിയൊരു വണ്ടിയാണ്. ഞാൻ നിൽക്കുമ്പോൾ വണ്ടി ചെറുതാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇതാവുമ്പോൾ നമുക്ക് 2017 18 ഡെലിവറി ഉള്ള GLS ആണ്. GLS ആണ്. 350D ആണ്. 350D ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഒരു 8 സീറ്റർ വണ്ടിയല്ലേ? അതെ അതെ അതെ, 8 സീറ്റർ വണ്ടിയാണ്. അപ്പോൾ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയുണ്ട് അല്ലേ? ജെന്യുവിൻ കിലോമീറ്റർ ആണ്. വണ്ടി നല്ല നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ്. യെസ്. അപ്പോൾ എത്രയാണ് ചോദിക്കുന്ന വില? 63 ലക്ഷം രൂപ. 63 ലക്ഷമാണ് ചോദിക്കുന്നത്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. അതെ അതെ. ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഒരു വണ്ടിക്കും ഇവിടെ ഉള്ളത് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓരോ വണ്ടിയുടെ അടുത്തും അതിന് എടുത്തെടുത്ത് ചോദിക്കാത്തത്. ചിലർ അടയ്ക്കുമെന്നൊക്കെ കണ്ടിട്ട് റീപ്ലേസ്മെന്റ് ചോദിക്കണില്ല എന്നൊക്കെ പറയും. തുടക്കം തന്നെ നമ്മൾ പറയാറില്ല, ഏത് ഷോറൂമിൽ ചെന്നാലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് അതാണ്, റീപ്ലേസ്മെന്റ്, ബാഡ് ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന്. അപ്പോൾ അത് തുടക്കം തന്നെ ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോ ഇടയ്ക്ക് നമ്മൾ ചോദിക്കാത്തത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് ചോദിക്കുന്നില്ല. ഇത് പറഞ്ഞോളൂ. 2019 മോഡൽ GLA തന്നെയാണ്. GLA ആണ്. ഇത് ഒറിജിനൽ കേരള GLA ആണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ 27,000 കിലോമീറ്റർ ഓടിയ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന്റെ ക്വാളിറ്റി വണ്ടിയിൽ കാണാനുണ്ട്. അപ്പോൾ എത്രയാണ് ചോദിക്കാനല്ല? 32 ലക്ഷം. 32 ലക്ഷമാണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ബാഡ് ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവൈലബിലിറ്റി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അതിൻ്റെ ഇന്ത്യയിൽ കഴിഞ്ഞില്ല അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു താറ് കാണാൻ പറ്റും. ഇത് സോൾഡ് ആയതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാത്തത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണാത്ത ഏതെങ്കിലും വണ്ടി ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്തിച്ചു ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. വേറെ താറെന്തെങ്കിലും വരാനുണ്ടോ? ഉണ്ട്. താറ് ഇപ്പോൾ നമുക്കൊരു 17 മോഡൽ നമ്മുടെ കിടക്കുന്നുണ്ട് അല്ലേ? ഈ ടോക്കിൽ നിൽക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി, അറേഞ്ച് ചെയ്ത് തരും. കോൺടാക്ട് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കാറ്റലോഗ് നമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? നമ്മുടെ ഇവിടുത്തെ ഇത് IDസും നമ്പേഴ്സും തരാണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ, താങ്ക് യു. ഇനിയും പുതിയ പുതിയ വണ്ടികളൊക്കെ വരാനുണ്ടല്ലേ? തീർച്ചയായിട്ടും വരാണ്. നമുക്ക് സ്റ്റോക്ക് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ പല വണ്ടികളും കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ വണ്ടികൾ വരാണ്ട്. ഇനിയിപ്പോൾ ഒരു 3-4 വണ്ടികൾ ഇപ്പോൾ ട്രാൻസിസ്റ്റ് കിടക്കുന്നുണ്ട് നമ്മുടെ ഇങ്ങോട്ടേക്ക് തന്നെ. യെസ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വരാൻ നേരത്ത് വിളിച്ചിട്ട് വരിക. ചിലപ്പോൾ ഈ വണ്ടി ഏതെങ്കിലുമൊക്കെ സെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ടല്ലോ അല്ലേ? അതെ അതെ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിളിച്ചിട്ട് വരിക, ഈ വണ്ടി ഇവിടെ ഉണ്ടോ എന്നുള്ളത് എൻക്വയറി ചെയ്തിട്ട് നേരെ ഡയറക്റ്റ് പോകുന്നോളൂ. അപ്പോൾ അടുത്തൊരു വാഹന സംബന്ധമായുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ വിടുന്നതാണോ? ഓക്കെ, ബൈ.